പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എസ് എജു വേൾഡിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാം സ്കൂളുകൾ ക്വിസ് കോമ്പറ്റീഷൻ നടക്കും. നിങ്ങൾക്ക് അതിൽ വിജയിക്കണ്ടേ? ഉറപ്പായും നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്ന ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് പഠിച്ചാലോ. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ഏത്? 1947. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതുകൊണ്ടാണ് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏത്? 1942. ഓക്കെ. ഇത് ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന് 5 വർഷം കഴിഞ്ഞപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യൻ സ്വാതന്ത്ര്യം 47, ക്വിറ്റ് ഇന്ത്യ 42. മറക്കരുത്. സ്വാതന്ത്ര്യം കിട്ടിയ 5 വർഷം മുമ്പാണ് ക്വിറ്റ് ഇന്ത്യ സമരം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. ഓക്കെ അല്ലേ? മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത്? 1857. ഓക്കെ, ഇത് ഓർക്കാൻ എളുപ്പമല്ലേ? സ്വാതന്ത്ര്യം കിട്ടിയത് 1947. ഒന്നാം സ്വാതന്ത്ര്യ സമരം 857 അല്ലേ? 857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, 90 കൊല്ലം കഴിഞ്ഞപ്പോൾ 47 സ്വാതന്ത്ര്യം കിട്ടി. അടുത്ത ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? മംഗൽ പാണ്ഡെ. നമുക്കറിയാം, ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഈ പട്ടാളക്കാർക്കിടയിലെ പ്രശ്നമാണ് ഇതിന് കാരണമായത്. ബംഗാളിലെ ഒരു സൈനിക ഉദ്യോഗസ്ഥനായ മംഗൽ പാണ്ഡെനെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നു. അതിൽ പ്രതിഷേധിച്ചാണ് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 പൊട്ടിപ്പുറപ്പെടുന്നത്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇതാട്ടോ മംഗൽ പാണ്ഡെ. മഹാനായ മംഗൽ പാണ്ഡെയാണ് നമ്മുടെ 1857 വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി. പേര് മറക്കരുത്. എന്താ? മംഗൽ പാണ്ഡെ. അടുത്ത ചോദ്യം നോക്കൂ. നമ്മൾ പറഞ്ഞില്ലേ, ജാലിയൻ വാലാബാഗില് സമാധാനപരമായി സമരം ചെയ്ത് നമ്മൾ ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർ തലങ്ങും വിലങ്ങും വെടിവെച്ചു വന്നു. കുറേ ആളുകൾ മരിച്ചു. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ദാരുണമായ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാ? പറ. 1919. ഈ 1919 ഓർക്കാൻ എളുപ്പാട്ടോ. 1919 1919. അപ്പൊ എന്താ? ജാലിയൻ വാലാബാഗ് 1919. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919. കിട്ടിയോ? അടുത്തത് ആറാമത്തെ ചോദ്യമാണ്. നേതാജി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര്? സുഭാഷ് ചന്ദ്രബോസ്. വെരി ഗുഡ്. സുഭാഷ് ചന്ദ്രബോസ്. ഇതാ കണ്ടോ നേതാജിയുടെ ഫോട്ടോ? സുഭാഷ് ചന്ദ്രബോസ്. ഓർത്താ മതി, ബോസ് എന്ന് പറയുമ്പോൾ നേതാവ് കേട്ടോ. അപ്പൊ നേതാജി ആരാ? സുഭാഷ് ചന്ദ്രബോസ്. ഏഴാമത്തെ ചോദ്യം, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാ? സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, നേതാജി സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ ഡയലോഗാണല്ലേ ഇത്. നേതാജി വളരെ ധീരനായ ഒരു ദേശാഭിമാനിയാണ് എന്ന് മാത്രമല്ല ബ്രിട്ടീഷുകാരുടെ പേടി സ്വപ്നമാണ്. അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള വിപ്ലവം നടത്തിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം സമാധാനപരമായിട്ടുള്ള അല്ലെങ്കിൽ ഗാന്ധിജിയൊക്കെ ചെയ്യും പോലത്തെ വേയിലൂടെ അല്ല സ്വാതന്ത്ര്യ സമരം നടത്തിയത് കേട്ടോ. അപ്പം അദ്ദേഹം എന്താ പറഞ്ഞത്? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ ആരാണ്? നേതാജിയാണ്. എട്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ INA സ്ഥാപകൻ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് INA രൂപീകരിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതാൻ വേണ്ടി നേതാജി സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ സൈന്യത്തിന്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ ആർമി. മനസ്സിലായില്ലേ? അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് ഉത്തരമായിട്ട് എത്ര ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു? 1, നേതാജി എന്നറിയപ്പെടുന്ന ആരെയാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ ആർമി തുടങ്ങിയത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, ആര് പറഞ്ഞു? സുഭാഷ് ചന്ദ്രബോസ് കേട്ടോ. ഇതൊക്കെ നേതാജിന്റെ കാര്യങ്ങളാട്ടോ. അടുത്ത 9ാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ INC എന്ന് വിളിക്കുക. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അക്കാലത്ത് 2 വിഭാഗം ഉണ്ടായിരുന്നു. 1 മിതവാദിയും 2 തീവ്രവാദിയും. നമ്മുടെ ചോദ്യം ഇതാണ്, INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവ് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇതാട്ടോ ഗോപാലകൃഷ്ണ ഗോഖലെ. INCയിലെ മിതവാദികളുടെ നേതാവായ സമാധാനപ്രേമിയായ മഹാനായ ഗോപാലകൃഷ്ണ ഗോഖലെ. ഇദ്ദേഹമാണ് INCയിലെ ആരുടെ നേതാവാ? മിതവാദികളുടെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ.
ഇതാരുടെ ഫോട്ടോയാണ് കാണുന്നേ? ഗാന്ധിജിയുടെ. ആ, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി. ചോദ്യം ഇതാണ്, 10ാം ചോദ്യം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? പറ. ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പോൾ ഓർക്കുക, INCയിലെ മിതവാദികളുടെ നേതാവും മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവും ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ കേട്ടോ. ഗോഖലയുടെ പ്രത്യേകതയാണ് മിതവാദികളുടെ നേതാവ്, ഗാന്ധിജിന്റെ രാഷ്ട്രീയ. ഇപ്പം നമ്മൾ പറഞ്ഞത് INCയിലെ മിതവാദികളുടെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ എന്നാ. അപ്പോൾ മിതവാദികളുടെ ഓട്ടോമാറ്റിക്കലി വേറൊരു വാദികളുണ്ടാവും. എന്താണത്? തീവ്രവാദികൾ അല്ലേ? സുഭാഷ് ചന്ദ്രബോസിനെ പോലെ തീവ്ര വിപ്ലവ നേതാക്കന്മാർ ഉണ്ടായിരുന്നു. അവരെയാണ് നമ്മൾ INCയിലെ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നത്. ചോദ്യം ഇതാണ്, INCയിലെ തീവ്രവാദികളുടെ നേതാവ് ആരാണ്? ആരാ? തീവ്രവാദിയുടെ ആദ്യത്തെ അക്ഷരം തീ എന്നല്ലേ? തിലകൻ. തിലകൻ, ബാലഗംഗാധർ തിലകൻ. ഇതാട്ടോ തീവ്രവാദികളുടെ നേതാവായ ബാലഗംഗാധർ തിലകൻ. കോൺഗ്രസിലെ തീവ്രവാദികളുടെ നേതാവാരാ? തിലകൻ. ബാലഗംഗാധർ തിലകൻ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആരാണ്? തിലകൻ. യെസ്, ബാലഗംഗാധർ തിലകന്റെ ഡയലോഗാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇത് കണ്ടില്ലേ, ഈ ഡയലോഗ് തന്നെ ഒരു തീവ്രവാദി നേതാവിൻ്റെ ഇതല്ലേ? എന്താ? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് തരുമോന്നല്ല ചോദിക്കുന്നത്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഒരു നിശ്ചയദാർഢ്യമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ INCയുടെ സ്ഥാപകൻ ആരാണ്? A.O. ഹ്യൂം. ഇതാണ് കേട്ടോ A.O. ഹ്യൂം. ഇദ്ദേഹം ബ്രിട്ടീഷുകാരനാണ്. ബ്രിട്ടീഷുകാരനായ A.O. ഹ്യൂം ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുടങ്ങിയത്. മറക്കരുത് കേട്ടോ. INCയുടെ സ്ഥാപകൻ ആരാ? A.O. ഹ്യൂം കോൺഗ്രസ് തുടങ്ങി. INC തുടങ്ങിയത് A.O. ഹ്യൂം ആണ് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ? അടുത്ത ഇതാണ്, INCയുടെ ആദ്യ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആര്? പറ. ഒരു കോൺഗ്രസ് സമ്മേളനം അല്ലേ, ഒരു ബാനറൊക്കെ ഉണ്ടാവും. ബാനർജി. എന്ത് ബാനർജിയാ? WC ബാനർജി. ഇതാട്ടോ WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റാണ് ഈ കാണുന്ന WC ബാനർജി. ഓക്കെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ പഠിക്കാനുണ്ട്. അവയെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.